സൃഷ്ടാവായ ദൈവത്തിങ്കിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയാൻ ഇടയ്ക്കൊരു കഥാപാത്രം രംഗപ്രവേശനം ചെയ്തു. അവനെ നമ്മളെ നാട്ടുകാർ പല പേരിലാണ് വിളിക്കുന്നത്. പിശാജ്, പിശാജ്, ഇബിലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ വിവിധ നാമകരണങ്ങളിൽ വിളിക്കുന്ന പിശാജ്. പിശാജിനെ കുറിച്ചൊരു കാര്യം മനസ്സിലാക്കണം. ചില തെറ്റിദ്ധാരണകൾ ചിലർക്കുണ്ട്. ചിലരുടെ ചിന്ത പിശാജ് എന്ന് പറഞ്ഞാൽ ഇല്ല ഒനിഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ പോലെ കണ്ണും തള്ളി കൊമ്പും വെച്ച് പല്ലു ഉന്തി ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരു രൂപമാണ് പിശാജ് എന്നാണ് ചിലരുടെ ചിന്ത. അങ്ങനൊന്നും പുസ്തകത്തിലില്ല. പിന്നെ ചിലരുടെ ചിന്ത ഈ മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി ഇങ്ങനെ വരുന്നതാണ് പിശാജ് എന്നാണ് വേറെ ചിലരുടെ ചിന്ത. അത് ഈ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങി ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരിയും ബ്ലൗസും വെള്ളയും കൊടുത്തുവിടാം. എന്തെല്ലാം വിവരക്കേട്, സീരിയലുകാരെന്തെല്ലാം വിവരക്കേട് ഉണ്ടാക്കി വെച്ച് കുടുംബങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്രയോ കുടുംബങ്ങൾ തകരുക. പിന്നെ ഇന്നാളെ ഒരുത്തൻ കഴുത്തേൽ വലിയ കുരിശിട്ടുകൊണ്ട് നടക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു കുരിശ് കണ്ട പിശാജ് അടുക്കത്തില്ലെന്ന്. അത് എവിടുന്ന് കിട്ടി? ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിലല്ല, സീരിയലിൽ കണ്ടെന്ന്. അച്ഛൻ കുരിശെടുത്ത് കാണിച്ചപ്പം പിശാജ് നിലവിളിച്ചുകൊണ്ട് ഓടിയത് സീരിയലിൽ കണ്ടെന്ന്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണേ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം പറ വേഗം പറ. സെമിത്തേരി. എത്ര കുരിശ? മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമെൻറ്റിൻ്റെ കുരിശ്, വലിയ മുട്ടൻ കുരിശുകൾ ഇരിക്കുക സെമിത്തേരിക്കകത്ത്. അങ്ങനെയാണെങ്കിൽ പിശാജിൻ്റെ പൊടി പോലും ഇല്ലാത്ത സ്ഥലം ഏതായിരിക്കണം പറ? സെമിത്തേരി. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം പറ? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ പോയല്ലേ കുർബാന നടത്തണ്ട? പോയാലോ? പിന്നെ 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞ് അതുവഴി പോവുകയല്ല. ഇമാതിരി മണ്ടത്തരങ്ങളൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ മണ്ടത്തരങ്ങളുണ്ട്. പിശാചിനെ കുറിച്ച് ആളുകളുടെ ചിന്ത മരിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് വാഴത്തോപ്പി വന്ന് നിൽക്കുന്നു, തേങ്ങൻ്റെ ചവിട്ടി വന്ന് നിൽക്കും, ഇങ്ങനെയൊക്കെ ചിന്ത. എന്നാൽ വേദപുസ്തകം പറയുന്നു മരിച്ച ആരുടെ ആത്മാക്കൾ എന്ത് ചെയ്യില്ല. അങ്ങനെയൊന്നും സാരിയും ബ്ലൗസ് കൊടുത്തൊന്നും ആരെയും പേടിപ്പിക്കാൻ വരികയില്ല. മനുഷ്യനാണോ മരിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലമേ അവനുള്ളൂ. ഒന്നുകിൽ പാതാളം അഥവാ യാതനാ സ്ഥലം എന്ന് പറയുന്നിടത്തോട്ട് പോവുക, അല്ലെങ്കിൽ പാർദീസ അഥവാ വിശ്രമ സ്ഥലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക. ഇതിൻ്റെ അപ്പുറത്ത് യൂണിഫോം ധരിച്ചുകൊണ്ട് വരുന്നൊരു പരിപാടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിമാർ പറയുന്നത് 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടോ ഇങ്ങോട്ട് താ, ഞങ്ങൾ അവിടെ താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം. ഒരു പ്രശ്നവും ഇല്ല. 2 കല്ലറയുള്ള വീട് കൊടുക്കാനിട്ടിരിക്കുന്ന ആർക്കും വേണ്ടെന്ന് പറയാം. 10 കല്ലറ ഉണ്ടെങ്കിലും ചുളു വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ അടിച്ചെടുക്കും. ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. കാരണം മരിച്ച ആരുടെ ആത്മാക്കൾ ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന പരിപാടിയൊന്നും, ഇതൊക്കെ മനുഷ്യൻ്റെ വെറും ബുദ്ധിയിൽ കൊണ്ടുവന്ന മനുഷ്യൻ്റെ മാനുഷികമായ ചിന്തകളാണ് ഇത്തരം പരിപാടി. മരിച്ച ആരുടെ ആത്മാക്കൾ ആർക്കും ദോഷവും വരുത്തത്തില്ല, ആർക്കും ഒരു ഉപദ്രവവും വരുത്തത്തില്ല. അങ്ങനൊരു പരിപാടിയില്ല. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം പിറകിലുള്ള കക്ഷി ആരാ? ഇതിൻ്റെ എല്ലാം പിറകിലുള്ള വില്ലനെന്ന് പറയുന്നത് ഈ പിശാച് എന്ന് പറയുന്നവനാണ്. ഇതിൻ്റെ പിറകിലുള്ള വില്ലൻ. പിശാചിനെ കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവനൊരു ആത്മാവാണ്, മാനുഷിക ശരീരമുള്ളവനല്ല. രാവിലെ വന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഞാൻ അഭിഷാജ് എന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. പകരം ഒരാത്മാവ്. ഏതാത്മാവ്? ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. അവനാണ് പിശാച് എന്ന് പറയുന്നത്. അവനെന്നും പ്രവർത്തിക്കാൻ ശരീരങ്ങളെ ഉപയോഗിക്കാറുണ്ട് എന്ന് ബൈബിളിൽ തെളിവുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പാമ്പിൻ്റെ ശരീരത്തെ ഉപയോഗിക്കുന്നു. പുതിയ നിയമത്തിൽ ഗദരദേശത്തൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. യേശു കർത്താവ് അവിടുന്ന് ശാസിക്കുമ്പോൾ പന്നിയുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കും. അപ്പം മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഒക്കെ ശരീരം യൂസ് ചെയ്യുന്ന, ഉപയോഗിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ആത്മാവിനെയാണ് പിശാച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു മറുചോദ്യം വരാൻ സാധ്യതയുണ്ട്. ദൈവം സൃഷ്ടിച്ചത് 2 മനുഷ്യരെയാണ്, ആദം ഹവ്വ ദമ്പതികളെയാണ്. അതിനെവിടുന്ന് വന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. വിവരിക്കണമെങ്കിൽ സമയം പോരാ. മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൂതസംഘത്തെ സൃഷ്ടിച്ച പശ്ചാത്തലം പറയാനുണ്ട്, സമയം പോരാ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ ഇരുട്ടിൻ്റെ ആത്മാവ് മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് തെറ്റിക്കണം. അപ്പോൾ എല്ലാ കാലത്തും പിശാച് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ അറിയരുത്. മനുഷ്യൻ സൃഷ്ടാവിൽ നിന്ന് അകന്ന് ജീവിക്കണം. ഇതാണ് പിശാചിൻ്റെ ആശ. വേറൊരു പ്രശ്നവും അവനില്ല. ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുക എന്നുള്ളതാണ് എല്ലാ കാലത്തും പിശാചിൻ്റെ ആശ. അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളാണ് ഞങ്ങളെ എല്ലാ ആളുകളെക്കുറിച്ച് ഇവിടെ ഇന്ന് സന്തോഷത്തോടിരുന്ന് കൊട്ടിപ്പാടുന്നവരെല്ലാം ജനിച്ചപ്പോഴേ ഇതിൻ്റെ അകത്തോട്ട് വന്നതാണോ? ഒന്നുമല്ല. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം പഠിച്ച് മനുഷ്യർക്ക് വേദനയായി ജീവിച്ച ഭൂതകാല അല്ലേ. ഇപ്പം എൻ്റെ നാട്ടിൽ 22 വർഷം മുമ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഇതുപോലുള്ള സന്ധ്യയ്ക്ക് എന്താ ചെയ്യുന്നത്? ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഒത്തുകൂടും. കൂട്ടുകാരുമായിട്ട് ഒത്തുകൂടിയ ആദ്യത്തെ ഡയലോഗ് എന്തെന്നറിയോ? ഷെയർ ഇടളിയാ, കുപ്പി എടുക്കാമെന്ന് ആദ്യത്തെ ഡയലോഗ്. കൂട്ടുകാരുമായി ഷെയർ ഇട്ട് കുപ്പി എടുത്ത് ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ വലിഞ്ഞു കയറി അവിടെ പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ച് വെച്ച് കുപ്പി പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേള നടത്തി. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പൈസ കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കും ഒക്കെ ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കി നടന്ന ഭൂതകാലമാണ് എനിക്കുള്ളത്. അന്ന് നമ്മുടെ നാട്ടിലും പുറത്ത് ഇതുപോലെ മീശം പിടിച്ച് കോളാമ്പി പിടിച്ച് ഉപദേശിമാരിങ്ങനെ കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന കണ്ടാലുണ്ടല്ലോ, എൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത്, മാറും. ചിലർക്ക് അങ്ങനെ തോന്നും.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൊരു ഭൂതകാലത്തിൽ നിന്ന് ആരും ഇത് കേട്ട് ഇഷ്ടപ്പെട്ട് ജനിച്ചുടനെ ഇതിൻ്റെ പുറകെ ഓടിക്കൂടിയവരൊന്നും അല്ല. അപ്പോൾ എല്ലാ കാലത്തും പിശാചിൻ്റെ ആഗ്രഹം എന്താ? മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ആശ. ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. മനുഷ്യനോട് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത്. ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ ദൈവം നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ആയിരക്കണക്കിന് കൽപ്പനകളുണ്ട്, ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ അത് ചെയ്യിക്കത്തില്ല എന്നുള്ളതാണ് പിശാചിൻ്റെ ആശ അല്ലെങ്കിൽ അവൻ്റെ തന്ത്രം എന്ന് പറയുന്നത്.